ഇവരൊന്നും പിടിയില്ല, ഇവരൊക്കെ ഭയങ്കര പുലികളാണ്. അങ്ങനെ ഒരു ചേരുവ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു തലക്കില്ലാണ് ഇത്രയും കാലമൊക്കെ നോക്കിയിരിക്കുമോ ഫ്രാഞ്ചൈസി പോലെ കൊടുത്ത് എന്തെല്ലാം പരിപാടിയാണ് നടക്കുന്നത്. ഏതൊരു ആക്ടറും ആഗ്രഹിച്ചു പോകുന്ന കുതിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ജോർജ്. എന്റെ ക്യാരക്ടറായാലും ഷാജുവിന്റെ ക്യാരക്ടറും ഏതൊരു ആക്ടറും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങളൊന്നാണ്. ദിലീഷേട്ടൻ ഷാജുവിന്റെ അനിയനായിട്ട് കുട്ടിയേട്ടന്റെ മകനായിട്ട് എനിക്ക് അപ്പത്തിനൊരു കിളിപോയി. അപ്പം അങ്ങനെ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിട്ട് നമുക്ക് പെർഫോം ചെയ്യാന്നുള്ളതിനൊക്കെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കുട്ടിയേട്ടൻ. ഇവരൊന്നും പിടിതരില്ല, ഒന്നും പിടിതരില്ല, ഇവരൊക്കെ ഭയങ്കര പുലികളാണ്. ഈ പോത്തേട്ടനൊക്കെ ഞാൻ ചില സീക്വൻസ് ഒക്കെ അറിയില്ല, അപ്പൊ അതൊക്കെ പുള്ളി ഞങ്ങൾ അവരിന്ന് ഭയങ്കര തമാശയും ചിരിയും കളിക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ് ഇവർ എനിക്ക് പോകുമ്പോൾ ഇവര് വേറെ ആളുടെ പോകുന്നത്. അപ്പൊ ഞാനോട് എനിക്ക് വലിയ ആ സമയത്ത് എനിക്ക് വലിയ ആക്ടിംഗ് ഒന്നുമില്ല. ആ സീക്വൻസ് ഒന്നും ഞാൻ ചുമ്മാ തമാശയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയിരിക്കും. ഇവരവിടെ പോയിട്ട് വന്ന അഭിനയം ഉണ്ടാവും പോയിട്ട് ഇവര് നമുക്കൊന്നും വിട്ടു തരുന്നില്ല. പക്ഷെ സ്റ്റിൽ ഞാൻ പഠിച്ചൊരു കാര്യം, ഇവര് അവരുടെ ക്യാരക്ടറിന് പുറത്ത് പോകുന്നത് എപ്പോഴും നോക്കാറുണ്ട്. അപ്പൊ പോത്തേട്ടാണെങ്കിലും ഷാജുനാണെങ്കിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ ക്യാരക്ടറിന്റെ ആ ഒരു ബാലൻസിന് പുറത്തു പോകാൻ സംസാരിക്കുന്നത്. ഒരുപാട് തമാശ പറഞ്ഞാൽ അങ്ങനെയല്ല, ക്യാരക്ടർ നിന്നുകൊണ്ട് എപ്പോഴും അവർ പിടിച്ചു നിൽക്കും. ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്നപ്പോൾ ഇതാണോ ഇച്ചിരി അട്രാക്ട് ചെയ്തത്? തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ പോലീസ് കഥാപാത്രങ്ങൾ കുറെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്യാരക്ടർ വന്നപ്പോഴും ഞാൻ ശരത്തിനോട് പറഞ്ഞു, പോലീസ് ആണെന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ട്രൈ ചെയ്യുന്നതല്ലേ നല്ലത്, ഞാൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ സിനിമയ്ക്ക് എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഇതൊന്നും കഥയൊന്നും കേൾക്ക് അങ്ങനെ പറഞ്ഞാണ് ശരത്ത് ഈ സിനിമയുടെ കഥ പറയാൻ വേണ്ടി വന്നത്. പക്ഷെ കഥ പറഞ്ഞു കഴിയുമ്പോൾ ഏതൊരു ആക്ടറും ആഗ്രഹിച്ചു പോകുന്ന കുതിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ജോർജ് എന്ന് പറയുന്നത്. താങ്കളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പല പല ഷെയ്ഡ്സിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്. ഈ എല്ലാ പോലീസുകാരും ഒരിക്കലും വില്ലന്മാരല്ലല്ലോ. അവരവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരൊരു പക്ഷേ ചിലപ്പോൾ കുറച്ച് റൂഡാവാം, കുറച്ച് സോഫ്റ്റ് ആയിട്ട് ചിലപ്പോൾ അവർ ബിഹേവ് ചെയ്തേക്കാം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ജോർജിന്റെ ക്യാരക്ടറെ സംബന്ധിച്ച് വളരെയധികം ചലഞ്ചിങ് ആണ് അതുപോലത്തെ ഒരു ക്യാരക്ടർ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടർ വന്നപ്പം ഒരു സംശയം തോന്നിയില്ല, ഇത് ചെയ്യണോ വേണ്ടിയോ എന്നൊരു നിമിഷം പോലും ചിന്തിക്കേണ്ടി വന്നില്ല. ഫസ്റ്റ് ലൈൻ ഒരു സ്റ്റോറി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരത്തിനോട് പറഞ്ഞ ഞാൻ ഇന്നാണ്. ഔസേപ്പിന്റെ വസീയത്തിലെ മൈക്കിൾ എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനെ ഞാനെന്നല്ല ഇപ്പൊ ഏതൊരു ആക്ടറും അത് കിട്ടിയാൽ കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ക്യാരക്ടർ അത്രയധികം മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന, അത്രയധികം പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉള്ളൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറെ ഉൾക്കൊണ്ട് ചെയ്യാന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഈ സിനിമ മുമ്പോട്ടേക്ക് വെക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ആ കോൺഫ്ലിക്റ്റ് ഒരു അച്ഛനും 3 മക്കൾക്കും ഇടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുടെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എൻ്റെ ഷാജുവിൻ്റെ ക്യാരക്ടേഴ്സിനിടയിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ അത് ചെയ്യാൻ, അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ശരത്തിനോട് ഈ കോൺഫ്ലിക്റ്റാണ് എന്നെ അട്രാക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൽ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അപ്പം അത് തന്നെയാണ് എനിക്ക് ഈ സിനിമ ചെയ്തിരുന്ന സമയത്തുമൊക്കെ അതിനെ ഭയങ്കര അടിപൊളിയായിട്ട് ഞാൻ ഇപ്പം പടം കണ്ടപ്പോഴത്തേക്കും ആണ് എനിക്ക് എൻ്റെ കുറച്ചും കൂടെ ഏരിയകൾ കുറച്ചും കൂടെ കണക്ട് ആവുന്നത്. വിജയരാഘവൻ എന്ന് പറയുന്നത് അങ്ങനെ സീനിയർ ആണെങ്കിലും പുതിയ ആളെ പോലെ ഓരോ സിനിമയിലും വർക്ക് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എത്രയോ വർഷമായിട്ട് ഒരുപാട് അച്ഛൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഈ ടൈപ്പ് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് പലപ്പോഴും നമ്മളെപ്പോഴും നോക്കുകയാണ്, നമുക്കും ഒരേപോലത്തെ കഥാപാത്രങ്ങളാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സിനിമകളിൽ ഇങ്ങനെ കിട്ടിത്തുടങ്ങുക. സിമിലർ ആയിട്ടുള്ള നേരത്തെ ഷാജ പറഞ്ഞ പോലീസ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ചില സിമിലാരിറ്റീസ് ഇങ്ങനെ ക്യാരക്ടേഴ്സിൽ വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിട്ട് നമുക്ക് പെർഫോം ചെയ്യാന്നുള്ളതിനൊക്കെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കുട്ടിയേട്ടൻ. അല്ലെങ്കിൽ മുമ്പ് നമ്മൾ തിരച്ചേട്ടനെ കണ്ടിട്ടുണ്ട്. ഒരു പള്ളിയിൽ ചെന്ന് അടുത്ത പള്ളിയിൽ ചെന്നാൽ ഒരു ബന്ധം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറിൽ നിന്ന് അടുത്ത പോലീസ് ഓഫീസർ കാണുമ്പോൾ ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ വ്യത്യസ്തമായിട്ടാണ് അവർ ക്യാരക്ടേഴ്സിനെ ഉൾക്കൊണ്ട് ചെയ്യാറുള്ളത്. ഞാനിപ്പോൾ എപ്പോഴും അത്ഭുതപ്പെടുന്നത്, ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഇത്രയും സിനിമകൾ ചെയ്തിട്ടും ഒരു സിനിമയ്ക്ക് സെറ്റിൽ രാവിലെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്ക് തന്റെ സീനോടും ആ ക്യാരക്ടറിനോടും ഒക്കെയുള്ള കൗതുകവും എക്സൈറ്റ്മെന്റും ഒക്കെ ഭയങ്കര വലുതാണ്. വിജയരാഘവൻ ചേട്ടൻ പറഞ്ഞായിരുന്നു, ദിലീഷ് ചേട്ടന്റെയും ഷാജോൺ ചേട്ടന്റെയും കഥാപാത്രം കണ്ടപ്പോൾ എനിക്കത് ചെയ്യാൻ തോന്നി, അസൂയ തോന്നിയിട്ടുണ്ടെന്ന്. അപ്പോൾ 3 മക്കളെ അത്രയധികം സംരക്ഷിക്കുന്നതിനെ കുറിച്ച് കർക്കശക്കാരനായിട്ടുള്ള ഔസേപ്പ് എവിടെയെങ്കിലും 500 എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം നമുക്ക് ഓർമ്മ വന്ന പോലെ തോന്നി. അങ്ങനെ എവിടെയെങ്കിലും അങ്ങനെ തോന്നിയൊന്നുമില്ല. അങ്ങനെ ഒരു ഇതിനപ്പുറത്തേക്ക് ഇപ്പം കുട്ടിയുടെ പറഞ്ഞ ആ പോയിന്റ് വളരെ ചിലപ്പോൾ കറക്റ്റായിരിക്കും. ഇപ്പൊ എൻ്റെ ക്യാരക്ടറായാലും ഷാജുവിന്റെ ക്യാരക്ടറും ഏതൊരു ആക്ടറും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങളൊന്നാണ്. കാരണം അത്രയധികം മാനസികാവസ്ഥകളിലൂടെയും വേരിയേഷൻസിലൂടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടറിനെ എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല. അത്ര നമുക്കിപ്പോൾ ഒരു ക്യാരക്ടറായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഓരോ സിറ്റുവേഷനെ ഓരോ മികച്ച സിറ്റുവേഷൻസ് നമുക്ക് കിട്ടണം. ഈ ക്യാരക്ടർ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അയാൾക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത്.
അപ്പൊ അങ്ങനെയുള്ള മികച്ച സിറ്റുവേഷൻസ് ഈ ക്യാരക്ടറിന് നേരിടേണ്ടി വരുമ്പോഴാണ് നമുക്ക് ഇത് സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്റെയും ഷാജോന്റെയും ക്യാരക്ടർ തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഒരുപാട് സമ്പന്നമാണ്. കിഷ്കിന്ധകാണ്ഡത്തിന് ശേഷം വിജയരാഘവൻ സാർ ചെയ്യുന്ന ഒരു മികച്ച കഥാപാത്രം എന്നുള്ള രീതിയിലാണ്. അതിന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ഒരു ഔസേപ്പ് എന്നുള്ള കഥാപാത്രമായിട്ട് വിജയരാഘവൻ സാറിനെ ചൂസ് ചെയ്തത്? ഈ ഔസേപ്പിന്റെ ക്യാരക്ടർ ഒരു ക്യാരക്ടർ ആർക്കുണ്ട്, ഇമോഷണൽ ആർക്കുണ്ട്. അത് ആ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പുള്ളിയുടെ മാനറിസവും അതെല്ലാം അതിന് മാറ്റാമെന്ന് തോന്നി. അതുകൊണ്ട് നമ്മൾ കുട്ടകളിൽ തന്നെ അതിനകത്ത് ഫിക്സ് ചെയ്തത്. ഈ ഒരു സിനിമ ഔസേപ്പിന്റെ അവസ്ഥയത്ത് ഒരു ബ്രേക്ക് നൽകുമെന്ന് ഉറപ്പായിട്ടും തോന്നുന്നുണ്ട്. നല്ലൊരു ക്യാരക്ടറാണ്, ഇവരുടെ ഒരു ഇളയ അനിയനായിട്ടാണ് അഭിനയിച്ചത്. എന്ത് തോന്നുന്നു? താങ്ക് യു സോ മച്ച്. അത് പറഞ്ഞ് ഞാൻ കാത്തിരിക്കുകയാണ് നല്ലൊരു ക്യാരക്ടറിനായിട്ട്. കാരണം നമ്മളിപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്താൽ പോലും ചിലപ്പോൾ ആരും അറിയുന്ന പോലും ആരും കാണുന്നപോലും. അപ്പൊ നല്ല ആർട്ടിസ്റ്റുകളുള്ള സിനിമകൾ ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പൊ എനിക്കൊരു എന്നെ ശാരദി ക്യാരക്ടർ വരാൻ വിളിച്ചപ്പോൾ അത് പറഞ്ഞത് ദിലീഷേട്ടൻ ഷാജോൻ അനിയനായിട്ട് കുട്ടിയേട്ടൻ്റെ മകനായിട്ട് എനിക്ക് അപ്പം തന്നെ കിളി പോയി. കാരണം ഏതൊരു ആർട്ടിസ്റ്റിന്റെയും സ്വപ്നമാണ് കാരണം ഇത്രയും എസ്റ്റാബ്ലിഷ് ആൾക്കാരോട് അഭിനയിക്കാന്ന് പറയുന്നത്. പിന്നെ ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ സ്ക്രിപ്റ്റ് ഫസലാണ് സ്ക്രിപ്റ്റ് കേൾക്കുന്നത്. ഒരു ഗംഭീര സ്ക്രിപ്റ്റാണ്, പടം കണ്ടാണോ എല്ലാവർക്കും പറയാം. ഗംഭീര സ്ക്രിപ്റ്റാണ്, എല്ലാ ക്യാരക്ടേഴ്സുമായിട്ട് എത്ര സ്ക്രിപ്റ്റാണ്. അപ്പൊ അത് ആസ് എൻ ആർട്ടിസ്റ്റ് എൻ്റെ ഒരു ഭാഗ്യം, എൻ്റെ സ്വപ്നമായിരുന്നു, എൻ്റെ ഒരു ഭാഗ്യമാണ്. കാരണം നമ്മളിവിടെ അഭിനയിക്കുമ്പോൾ ഇപ്പോൾ ദിലീഷേട്ടനാണെങ്കിലും ഷാജോട്ടാണെങ്കിലും കുട്ടിയേട്ടനൊക്കെ ആണെങ്കിലും നമുക്ക് ഒരുപാട് പറഞ്ഞു തരും. അവരൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റാണ്. ആർക്കും ഒരു ഈഗോയോ ഒന്നുമില്ല. സിനിമ വന്നത് മാത്രമേ ഉള്ളൂ. എല്ലാ സമയത്തും കുട്ടികളൊക്കെ എനിക്ക് ഒരു 2 മണിക്കൂർ ക്ലാസ് എടുത്തുന്നുണ്ട് പുള്ളി അഭിനയത്തെ കുറിച്ച്. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാൽ എനിക്ക് വർഷം എടുക്കും പഠിക്കും. അത്രയും പുള്ളിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവരെ ബന്ധം ഫോം ചെയ്താൽ പുള്ളി ശരിക്കും എത്രയും പറഞ്ഞിരുന്നു നമുക്ക്. അപ്പൊ അതൊക്കെ ഒരു ആക്ടറെ സംബന്ധിച്ചുള്ള വലിയ ഭാഗ്യമാണ്. സാക്ഷി എന്നുള്ള സിനിമ, ആ സിനിമ വേറൊരു സംവിധായകൻ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഓഫ് ബീറ്റ് കാറ്റഗറിയിലേക്ക് പോയാനെ എന്ന് തോന്നി. പക്ഷെ ആ സിനിമയും കൊമേഴ്ഷ്യലി ഹിറ്റ് ആക്കാനുള്ള ഒരു ചേരുവ ദിലീഷ് പോത്തന്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ തലയിലുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ആ ചേരുവ തുറന്ന് പറയുന്നതിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ചേരുവ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനെടുത്ത് അലക്കൂലാണ്. ഇത്രയും കാലമൊക്കെ നോക്കിയിരിക്കും. വരുന്ന എല്ലാ സാധനവും എടുത്ത് ചേരുവ കൂട്ടി അങ്ങ് കൊടുക്കുകയല്ലേ ഉള്ളൂ. ആ ചേരുവ ഞാൻ എന്തായാലും എന്തെങ്കിലും അങ്ങനെ ചെയ്യാമല്ലോ. ചെയ്തിട്ട് ഇങ്ങനെ ഫ്രാഞ്ചൈസി പോലെ കൊടുത്ത് എന്തെല്ലാം പരിപാടിയാണ് നടക്കുക സാധ്യമില്ല. ഈ മഹേഷിന്റെ പ്രതികാരം അതുപോലുള്ള റിയലിസ്റ്റിക് പടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എപ്പോഴാണ് ഒരു ഫൈറ്റൊക്കെ ഉള്ള ഒരു കൊമേഴ്ഷ്യൽ മൂവി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക? ഷാമുഷ്കറിന്റെ ഇപ്പോഴല്ല നിങ്ങൾ പറഞ്ഞ വയലൻസ് പാടില്ല. ഇപ്പം തന്നെ ഫൈറ്റുള്ള ഒരു സെക്കൻഡ് ഗ്യാപ്പ് എടുക്കും കേട്ടോ. അയ്യോ അതല്ല, അത് നമ്മള് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു പടം. അപ്പൊ ഷാമുഷ്കറിനായിട്ട് ഒരു പടം ഉണ്ടാന്ന് പറഞ്ഞിട്ട് ഫഹദ് ഫാസിൽ തന്നെ ആയിരിക്കും നായകനായിട്ട് വരിക. അങ്ങനെ ഒരു കൃത്യമായുള്ള ധാരണയിലേക്ക് ഒന്നുമില്ല. ഞാനൊരു 2 സബ്ജക്ട്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വട്ടാത്തെന്ന് കരുതുന്നു. അപ്പോൾ അതിൻ്റെ എഴുത്തിൻ്റെ പരിപാടിയിലാണ്. അത് റൗണ്ടായിട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യും. അതൊരു കാസ്റ്റിംഗ് ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് എത്തുന്നത്. ആക്ച്വലി ശരത്ത് ഞാൻ ഒന്നിച്ച് ജോലി ചെയ്തിട്ട് 2-3 ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അതിൻ്റെ റെസ്പോൺസസ് നല്ലതായിരുന്നു. പിന്നെ ശരത്തും ഫസലും ഈ കഥ എന്നോട് പറഞ്ഞപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഒരു ചെറുപ്പത്തിലെ ഈ ഫിലിമിനോടൊരു ഒരു കമ്പം ഉള്ളതുകൊണ്ട് എപ്പോഴെങ്കിലും സമയമുള്ളപ്പം ഫിനാൻഷ്യലി അതിന് പറ്റും എന്ന് തോന്നിയപ്പോൾ ഒരു അതിലോട്ടൊന്ന് ചാടിയതാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നിങ്ങളെ കൊണ്ട് തീർക്കാൻ പറ്റുമോ, ഡു യു ഹാവ് ദ ഫിനാൻസസ് ടു കംപ്ലീറ്റ് ദിസ് ഫിലിം. അതിന് പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോയി. ഒരു നല്ല പടം ഇറക്കാൻ പറ്റി എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്.